നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ MA സോഷ്യോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് എന്ന പേപ്പറിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ചേഞ്ചിങ് കൺസെപ്ഷൻസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന പാഠഭാഗമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കഴിഞ്ഞ 2 യൂണിറ്റുകളായിട്ട് ഡെവലപ്മെന്റ് എന്ന ആശയത്തിന്റെ വ്യത്യസ്ത മുഖങ്ങളാണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെവലപ്മെന്റ് എന്ന ആശയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആ ചരിത്രപരമായ അവസ്ഥകളെ കുറിച്ചുള്ള ഒരു വിശകലനമായിരുന്നു. ഈ ഒരു യൂണിറ്റില് ഡെവലപ്മെന്റ് ഏതെല്ലാം രീതിയിൽ ഉള്ള ഡെവലപ്മെന്റുകളാണ്, സോഷ്യൽ ഡെവലപ്മെന്റ്, അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പിന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്നീ വ്യത്യസ്ത ഡെവലപ്മെന്റിന്റെ വിവിധ മുഖങ്ങളാണ് ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഡെവലപ്മെന്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് ഒരു കുറച്ച് മുമ്പുള്ള കാലഘട്ടം വരെ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് എക്കണോമിക് ഗ്രോത്ത് എന്ന് മാത്രമായിരുന്നു, എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് മാത്രമായിരുന്നു. എന്നാൽ പിന്നീട് അതിനൊരു വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങളും കൂടി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയായിരുന്നു അല്ലേ. അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ്, അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ് എന്നുള്ള വ്യത്യസ്ത വീക്ഷണങ്ങൾ നമ്മൾ അതിലേക്ക് കൂട്ടിച്ചേർത്തു. അതിനുശേഷമാണ് ഒരു വ്യക്തിയുടെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും സുസ്ഥിരവുമായിട്ടുള്ള ഒരു വികസനമാണ് ഡെവലപ്മെന്റ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭിച്ചത്. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിന് മുമ്പ് ഒരു വലിയ വിഭാഗം ആളുകൾക്ക് ജീവിതം വൃത്തികെട്ടതും മൃഗീയവും ഹ്രസ്വവുമായിരുന്നു. ഇപ്പോ പല അവസ്ഥയിലൂടെയാണ് നമ്മുടെ ഈ ഒരു ഇന്ത്യ കടന്നുപോയിരിക്കുന്നത് നമുക്കറിയാം. ഒരു ഇന്ത്യക്കാരന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള പരിതാപകരമായ ഒരു അവസ്ഥയായിരുന്നു. അതിൽ നിന്നെല്ലാം മാറ്റങ്ങൾ വരാൻ, സ്വതന്ത്രരാവാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതേസമയം ബ്രിട്ടന്റെ അവസ്ഥയാണെങ്കിലോ, അവര് ടെക്സ്റ്റൈൽസിലായിക്കോട്ടെ വ്യവസായവൽക്കരണത്തിലായിക്കോട്ടെ അവരിങ്ങനെ ഉയർച്ചയോടുകൂടി വരികയായിരുന്നു അല്ലേ. അവര് 1700-കളോട് കൂടി ബ്രിട്ടൻ എന്തായി വ്യവസായവൽക്കരണത്തിന്റെ ഒരു പാതയിലായിരുന്നു എന്ന് പറയാം. കാരണം അവരെന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഒരുപാട് റിസോഴ്സസ് അവരെടുത്തു, അതുപോലെ ലേബേഴ്സിനെ ഉപയോഗപ്പെടുത്തി അവരുടെ വ്യവസായവൽക്കരണം പുഷ്ടിപ്പെടുത്തുകയാണ് ചെയ്തത്. പിന്നീടാണ് ദ വേൾഡ് ബാങ്ക് വന്നത്. അതെന്താണ്? ദ ഇന്റർനാഷണൽ ടേം ഫ്ലോ ഓഫ് മണി ഫോർ റീകൺസ്ട്രക്ഷൻ. അതായത് സാമ്പത്തിക മേഖലയിലുള്ള ഒരു നിർമ്മാണം എന്നതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കാം. അതുപോലെ തന്നെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ക്രിയേറ്റഡ് ടു അഡ്രസ് ഫിനാൻഷ്യൽ ഇഷ്യൂസിന് വേണ്ടിയിട്ട് അതിനെയൊക്കെ ഒരു എന്താ പറയാ അതിനെയൊക്കെ ഒരു കാഴ്ചപ്പാടുകൾ കാണാൻ വേണ്ടിയിട്ടും പ്രശ്നങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അന്താരാഷ്ട്ര നാണയനിധി നിലവിൽ വന്നത്. ഒരു രാജ്യത്തിന്റെ പുരോഗതിയുടെ നിലവാരത്തിന്റെ ഏക സൂചകമാണ് സാമ്പത്തിക വളർച്ച എന്ന വികസന സങ്കല്പങ്ങൾ ഒരിക്കൽ പരക്കെ വിശ്വസിച്ചിരുന്നു. അപ്പൊ ഒരു രാജ്യത്തിന്റെ വികസനത്തിന് പ്രധാനമായിട്ടും പുരോഗതി ഉണ്ടാവണമെങ്കിൽ അത് എവിടെ ഫോക്കസ് ചെയ്യണം? സാമ്പത്തിക വളർച്ചയിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു വിശ്വാസം പരക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നമുക്കറിയാം, അത് മാത്രം മതിയോ ഒരു രാജ്യത്തിന്റെ വികസനം എന്ന് പറയാന്? അത് രാജ്യത്തിന്റെ വികസനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് സാമ്പത്തിക വികസനം അല്ലേ. അതായത് അവിടെയുള്ള ജനങ്ങൾക്ക്, മനുഷ്യർക്ക് എന്ത് വേണം? നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ വേണം. അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ആളുകളായിരിക്കണം. ഹെൽത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഫെസിലിറ്റീസ് വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം, അഗ്രികൾച്ചർ റെഡി ആവണം. അങ്ങനെ പല മേഖലകളിലും, പലതരം മേഖലകളിലുമുള്ള ഒരു കൂട്ടായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടായാൽ മാത്രമേ എന്താവുള്ളൂ, ആ രാജ്യം ഡെവലപ്മെന്റ് ആയി എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. വർഷങ്ങളോളം വികസനത്തെ ഈ രീതിക്ക് മുൻതൂക്കം നൽകി. ഏത് രീതിക്ക്? എക്കണോമിക് ഗ്രോത്ത് ആണ് ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് എന്ന് കണ്ടിരുന്നവരായിരുന്നു. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ സമ്പത്തിലേക്കുള്ള ഈ പാത പിന്തുടർന്നു. കാലക്രമേണ സാമ്പത്തിക വികസനത്തിന് എല്ലാ നിവാസികൾക്കും ഉയർന്ന ജീവിത നിലവാരം ഉറപ്പു നൽകാൻ കഴിയില്ലെന്ന് വ്യക്തമായി. അതായത് ഈ ഒരു സാമ്പത്തിക വികസനത്തിൽ മാത്രം ഫോക്കസ് ചെയ്താൽ എല്ലാ വ്യക്തികൾക്കും നല്ല ഒരു ജീവിതം നൽകാൻ കഴിയില്ല എന്നുള്ളത് എന്തായി? വ്യക്തമായി അല്ലെ. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമുക്ക് ഒരു മനുഷ്യന് സാമ്പത്തികമായിട്ട് നല്ലൊരു കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. അദ്ദേഹം
ഡെവലപ്പായി എന്ന് നമുക്കതുകൊണ്ട് ഉദ്ദേശിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലെ. കാരണം എന്താ, അയാൾ ഒരു ഡെവലപ്ഡ് ആണ് എന്ന് നമുക്ക് നോക്കിക്കാണുന്നെങ്കിൽ അയാൾക്ക് എന്ത് വേണം? നല്ലൊരു എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് വേണം അല്ലെ. അതുപോലെ തന്നെ ആ വ്യക്തി എന്തായിരിക്കണം? ഹെൽത്തി ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹത്തിന്റെ സാംസ്കാരികമായ അവസ്ഥകൾ എല്ലാം ഒരുപോലെ എന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ആ വ്യക്തിയെ ഒരു ഡെവലപ്ഡ് പേഴ്സൺ ആയിട്ട് കണക്കാക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഒരു രാജ്യത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും അത് ഡെവലപ്ഡ് കൺട്രി ആയി എന്ന് നമുക്ക് അത് ഉറപ്പിച്ച് പറയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ സാമ്പത്തിക അവസ്ഥ മാത്രം ഉയർച്ചയിലായിരുന്നാൽ മതിയാവില്ല. പകരം എന്ത് വേണം? അത് എല്ലാ തലങ്ങളിലും ഒരുപോലെ മുമ്പിട്ട് നിൽക്കുകയും കൂടി വേണം. വികസനത്തിന് കൂടുതൽ സമഗ്രവും നീതിയുക്തവുമായ തന്ത്രം ആവശ്യമാണെന്ന് വ്യക്തമായി. അപ്പൊ ഇത്തരത്തില് ഈ ഒരു വികസനത്തിന് ആദ്യകാലങ്ങളിൽ സാമ്പത്തിക വളർച്ച, സാമ്പത്തിക ഭദ്രത മാത്രമാണ് വികസനത്തിന്റെ കാഴ്ചപ്പാട് എന്ന് നോക്കിക്കണ്ടിരുന്നവർ പിന്നീട് മനസ്സിലാക്കി ഇത് സാമ്പത്തിക ഡെവലപ്മെന്റിന്റെ വികസനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ സാമ്പത്തിക വികസനം എന്നുള്ളത്. ഇതിന് മറ്റു പല മുഖങ്ങൾ കൂടിയുണ്ട് എന്നുള്ള ഒരു ബോധം, ഒരു തിരിച്ചറിവ് ഉണ്ടാവാൻ തുടങ്ങി. ഇക്കണോമിക് ഗ്രോത്ത് എന്നുള്ള ഒരു ടോപ്പിക്കാണ് അടുത്തതായിട്ട് പറയുന്നത്. ഇക്കണോമിക് ഗ്രോത്ത് ഈസ് റിഫേർഡ് ടു ആസ് ആൻ ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇതിൽ പറയുന്നുണ്ട് ഇക്കണോമിക് ഗ്രോത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ ഒരു ഇക്കണോമിക് അവിടെ പ്രൊഡക്ഷന്റെയും കൺസംഷന്റെയും കാര്യത്തിലുള്ള ഒരു വർധനവാണ് ഇക്കണോമിക് ഗ്രോത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ ആണെങ്കിൽ ഒരു അഗ്രികൾച്ചറിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ എന്ത് വേണം? ഒരു പ്രൊഡക്ഷൻ വേണം. പിന്നെ അഗ്രികൾച്ചർ കൊണ്ട് മാത്രമല്ല ഇൻഡസ്ട്രിയലൈസേഷനിലും കൂടി കൂടുതൽ ശ്രദ്ധ വന്നു. അങ്ങനെ ഓരോരോ പ്രൊഡക്ഷൻ മേഖലയിലേക്ക് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ അത്തരത്തിലുള്ള ഈ പ്രൊഡക്ഷൻ, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ, അതിന്റെ സർവീസ്, കൺസംഷൻ, ഇതിനുള്ള എല്ലാ മേഖലകളിലുള്ള ഒരു ഉയർച്ച, ഒരു വർധനവാണ് ഇക്കണോമിക് ഗ്രോത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ GDP, GNP എന്ന് പറയുന്നതൊക്കെ എന്താണ്? സാമ്പത്തിക വളർച്ചയുടെ അളവുകോലാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ സാമ്പത്തിക വളർച്ച കണക്കാക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തിനാണ് സാമ്പത്തിക വളർച്ച കണക്കാക്കുന്നത്? അതായത് ഒരു രാജ്യം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്, ആ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ കുറിച്ച് നോക്കിക്കാണാനും ദീർഘവീക്ഷണത്തോടു കൂടി നോക്കാനും, അല്ലെങ്കിൽ ആ സാമ്പത്തിക അവസ്ഥ, ആ രാജ്യം നേരിടുന്ന ക്രൈസിസ് എന്തൊക്കെയാണ്, അതുപോലെ എന്തെല്ലാം ഏത് സമയത്താണ് ഇതിനൊരു അവസ്ഥ മാറാൻ കഴിയുക, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഇത് മുന്നോട്ട് പോവേണ്ടത് എന്നൊക്കെയുള്ള ഒരു മുന്നോട്ടുള്ള ഒരു നോട്ടമാണ് ഈ ഒരു പിന്നെ അളവുകോലിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇത്തരത്തില് പല സൂചികകളാണ് ഈ ഒരു സാമ്പത്തിക വളർച്ചയെ കണക്കാക്കുന്നതിന് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? GDP, GNP എന്നിവയൊക്കെയാണ്. GDP നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞു. GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മൊത്ത ആഭ്യന്തര ഉൽപാദനം, അതുപോലെ സർവീസ് ഒക്കെയാണ് GDP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ GNP എന്ന് പറയുന്ന ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, വിദേശത്തു നിന്നുള്ള ഉൽപാദനവും അതിൽ ഉൾപ്പെടുന്നതാണ് GNP എന്ന് പറയുന്നത്. പിന്നെ NNP ഉണ്ട്, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. അതായത് ഈ ഒരു GNPയിൽ നിന്നും എന്ത് വേണം? ഡിപ്രീസിയേഷൻ കുറച്ചാൽ ലഭിക്കുന്നതാണ് NNP, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. ഓക്കെ, 3 factors are observed as necessary for economic growth. നമ്മുടെ ഈ ഒരു ഇക്കണോമിക് ഗ്രോത്തിനെ 3 factors ആണ് പ്രധാനമായിട്ടും നോക്കിക്കാണുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇക്കണോമിക് ഗ്രോത്തിന്റെ 3 factors ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇൻക്രീസ്ഡ് ഇക്കണോമിക് ആക്ടിവിറ്റി, ഇൻക്രീസ്ഡ് നോളജ്, ഇൻക്രീസ്ഡ് ക്യാപിറ്റൽ. അങ്ങനെ 3 തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ്, 3 തരത്തിലുള്ള ഫാക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഇക്കണോമിക് ഗ്രോത്തിലുള്ളത്. അതിൽ ഫസ്റ്റ് വൺ, ഇൻക്രീസ്ഡ് ഇക്കണോമിക് ആക്ടിവിറ്റി, അതായത് സാമ്പത്തിക പ്രക്രിയകൾ കൂടുതലായി വർദ്ധിക്കുക. ഇൻക്രീസ്ഡ് നോളജ്, അറിവ്, വിദ്യാഭ്യാസം കൂടുതലാവുക. അതുപോലെ ഇൻക്രീസ്ഡ് ക്യാപിറ്റൽ. ഇൻക്രീസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നാൽ മൂലധനം, അത് ഭൗതിക മൂലധനമോ അല്ലെങ്കിൽ മറ്റു മൂലധനങ്ങളോ ഒക്കെ ഇതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വ്യത്യസ്തമായി പ്രസ്താവിച്ചാൽ അധ്വാനം, മൂലധനം, സാങ്കേതിക വിദ്യയിലെ പുരോഗതി എന്നിവയാണ് ഈ 3 ഘടകങ്ങൾ. The most important indicator of economic growth is the increase in the physical stock of a nation. അതായത് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സിൽ ഇക്കണോമിക് ഗ്രോത്തിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ പറയുന്നത് എന്താണ്? ഫിസിക്കൽ സ്റ്റോക്ക് ഓഫ് നാഷൻ എന്നാണ് പറയുന്നത്. ഫിസിക്കൽ സ്റ്റോക്ക് ഓഫ് നാഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫിസിക്കൽ സ്റ്റോക്ക്, ഭൗതിക മൂലധനം. ഭൗതിക മൂലധനം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രകൃതി വിഭവങ്ങളായ വെള്ളം, വനം, ഭൂമി എന്നിവയാണ് ഇതുകൊണ്ട്
ഇതിനൊക്കെ ഉദാഹരണം ഫിസിക്കൽ ക്യാപിറ്റൽ, ഭൗതിക മൂലധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെള്ളം, ഭൂമി, അതുപോലെ നാച്ചുറൽ റിസോഴ്സസ് ആയിട്ടുള്ള വനം എന്നിവയൊക്കെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ പ്രകൃതി വിഭവങ്ങളെ ശ്രദ്ധാപൂർവം ഉപയോഗിച്ചിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഭൗതിക മൂലധനത്തോടൊപ്പം സാമ്പത്തിക വളർച്ചയുടെ ഒരു പ്രധാന ഘടകമാണ് ഉൽപാദനക്ഷമതയുള്ള തൊഴിൽ ശക്തി. ഈ ഭൗതിക മൂലധനം മാത്രം ഒരു ഇക്കണോമിക് ഗ്രോത്തിന് ഒരു ഘടകമായിട്ട് മതിയോ? അത് മാത്രം ഉണ്ടായാൽ കഴിയില്ല അല്ലെ. അതിന് എന്തുകൂടി വേണം? ഒരു മാൻ പവർ കൂടി വേണം. ലേബേഴ്സിന്റെ ഒരു കഴിവ് കൂടി വേണം, തൊഴിൽ ശക്തി കൂടി ഇതിന് ആവശ്യമുണ്ട്. വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, ആരോഗ്യം, സർഗാത്മകത, തൊഴിൽ നൈതികത എന്നിവയെല്ലാം മനുഷ്യ മൂലധനത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ എന്താ പറയുന്നത്? ഈ ഒരു തൊഴിൽ ശക്തിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യം? വിദ്യാഭ്യാസം വേണം അല്ലെ, അതുപോലെ നൈപുണ്യ വികസനം വേണം, ആരോഗ്യം വേണം, പിന്നെ പരിശീലനം വേണം. നല്ല രീതിയിൽ പരിശീലനമുള്ള ലേബേഴ്സ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അവരുടെ ആരോഗ്യം നല്ല രീതിയിൽ വേണം. പിന്നെ വൈദഗ്ധ്യത വേണം. പിന്നെ സർഗാത്മകത, അവർക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് വേണം. തൊഴിലുള്ള നൈതികത ആവശ്യമുണ്ട്, ഒരു ആത്മാർത്ഥത വേണം. പിന്നെ ഇതെല്ലാം എന്ത് വേണം? മനുഷ്യ മൂലധനത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ നമ്മൾ ഫിസിക്കൽ ക്യാപിറ്റലിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അതുപോലെ ഹ്യൂമൻ ക്യാപിറ്റലിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് നോളജ് ക്യാപിറ്റൽ. അതായത് തൊഴിലാളികളുടെ തന്നെ അറിവും കഴിവുകളും ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് എന്താണ്? നോളജ് ക്യാപിറ്റൽ ആണെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിന്റെ അഡ്വർടൈസ്മെന്റില് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ടാവും, മുൻപരിചയമുള്ള വ്യക്തിയായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻസ് കുറിച്ച് എടുത്തു പറയാറുണ്ട്. പിന്നെ അതുപോലെ അദ്ദേഹത്തിന്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയാറുണ്ട്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ് ഒരു പരസ്യത്തിൽ അങ്ങനെ നിങ്ങൾ കാണാൻ കഴിയുന്നത്? കാരണം അവിടെ എന്താണ് ആവശ്യം? ആ ഒരു ലേബറിന്റെ കഴിവുകളെ പുറത്തു കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ആ ഒരു സ്ഥാപനം പുരോഗതിയിലേക്ക് പോവുകയുള്ളൂ എന്ന് അവർക്കറിയാം. അതായത് മുൻപരിചയം ആവശ്യമാണ്. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യും? കൂടുതൽ പ്രോഫിറ്റ് നേടാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്ത് വേണം? ലീഡർഷിപ്പ്, നല്ലൊരു ഗുഡ് ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ എന്താണ്? ഒരു ടീം വർക്ക് നടക്കൂലേ. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ക്രിയേറ്റീവ് ആയിട്ട് വല്ല കഴിവുകൾ ഉണ്ടെങ്കിൽ അതൊരു ഒരു മാറ്റത്തോടു കൂടി ഒരു വെറൈറ്റി ആയിട്ട് അവർക്ക് എന്തെങ്കിലും കണ്ടെത്താനും പിന്നെ അതുവഴി അവർക്ക് സാമ്പത്തിക പുരോഗതി നേടാൻ കഴിയും. പിന്നെ അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ അതുപോലെ മറ്റു ക്വാളിഫിക്കേഷൻസ് ഒക്കെ ആണെങ്കിലും എന്താണ്? അദ്ദേഹത്തിന്റെ ആ ഒരു ജോലിക്ക് അതൊരു മുതൽക്കൂട്ടാണ്. അപ്പൊ ഇത്തരത്തിൽ തന്നെയാണ് ഒരു ലേബർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നതും വ്യക്തികൾക്ക് എന്താണ്? ഇത്തരത്തില് പരിശീലനം, പിന്നെ ക്രിയേറ്റിവിറ്റി, നൈതികത, ആരോഗ്യം, നല്ല ലേബേഴ്സിന് നല്ല ആരോഗ്യമുള്ള വ്യക്തികളായിരിക്കണം അല്ലെ. അപ്പൊ ഇത്തരത്തില് ആണ് ഈ ഒരു ഹ്യൂമൻ ക്യാപിറ്റലിന്റെ സവിശേഷതകൾ പറയുന്നത്. ഒരു സമ്പദ് വ്യവസ്ഥ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് സാമ്പത്തിക വളർച്ച. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒരു സാമ്പത്തിക അവസ്ഥയിൽ കൂടുതലായിട്ട് പ്രൊഡക്ടിവിറ്റി അതുപോലെ കൂടുതൽ സർവീസസ് ഒക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അവിടെ എന്താണ്? സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. മൂലധനത്തിന്റെയും ഉപഭോക്തൃ വസ്തുക്കളുടെയും ഉൽപാദനത്തിലെ വർധനവ് ഉൽപാദനം വർദ്ധിച്ചതിന്റെ സൂചനയാണ് അല്ലെ. മൂലധനം കൂടുതലായിട്ടുണ്ടാവുക, അതുപോലെ തന്നെ ഉപഭോക്തൃ വസ്തുക്കളുടെ അളവും കൂടിക്കഴിഞ്ഞാൽ എന്താണ്? അവിടെ ഉൽപാദനം കൂടുതലാണ്, സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെയാണ് GDP, GNP എന്നിവ ഇതിന്റെ സൂചകങ്ങളാണ്. ഈ സൂചകങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സാമ്പത്തിക വ്യവസ്ഥ നമുക്ക് കണക്കാക്കാൻ കഴിയും, വിലയിരുത്താൻ കഴിയും. മിക്ക സർക്കാരുകൾക്കും സമൂഹങ്ങൾക്കുള്ള പ്രധാന ലക്ഷ്യമായിരുന്നു എന്ത്? ഈ സാമ്പത്തിക വളർച്ച എന്നുള്ളത്. മിക്ക സർക്കാരുകളും എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ലക്ഷ്യമിട്ടിരുന്നു. സാമ്പത്തിക വളർച്ച എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമായിരുന്നു. എന്നാൽ സാമ്പത്തിക വളർച്ചയ്ക്ക് അതിരുകളുണ്ടെന്നും അതിന് അമിതമായ ഊന്നൽ നൽകുന്നത് മനുഷ്യന്റെ ദീർഘായുസ്സിനും ലോകത്തിന്റെ ആരോഗ്യത്തിനും ഹാനികരമാകുന്ന പാരിസ്ഥിതിക തകർച്ച പോലുള്ള പ്രതികൂല അവസ്ഥകൾ ഉണ്ടാക്കുന്നു.
അതിനാൽ സുസ്ഥിര വികസനം സാമ്പത്തിക വളർച്ചയുടെ പ്രധാന ഘടകമായി മാറിക്കഴിഞ്ഞു. അപ്പൊ ഏതു വിധേനയും സാമ്പത്തിക വളർച്ച നേടിയിട്ട് രാജ്യത്തെ സാമ്പത്തിക വികസനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ലക്ഷ്യം മുൻനിർത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ എന്തു വന്നു? പരിസ്ഥിതിക്ക് ഹാനികരമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായി അത് മാറിക്കഴിഞ്ഞു. അപ്പൊ ഇത്തരത്തില് പരിസ്ഥിതിക്ക് കോട്ടം വന്നാൽ അത് സമൂഹത്തിനെ തന്നെ ബാധിക്കും, പിന്നീട് ലോകത്തിനെ കൂടി അത് വിനാശമായി ഭവിക്കും എന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ ഈ ഡെവലപ്മെന്റ് എന്ന ആശയത്തില് വെറും ഇക്കണോമിക് ഗ്രോത്ത് എന്നുള്ള ആ ഒരു വേർഡ് മാത്രമായി, അല്ലെങ്കിൽ ആ ഒരു ആശയം മാത്രമായി ഒതുങ്ങാതെ അതിൽ എന്തുകൂടി ഉൾപ്പെടുത്തി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പരിസ്ഥിതിക്ക് ഹാനികരമാവാത്ത സുസ്ഥിരമായിട്ടുള്ള ഒരു വികസനം കൂടി വേണമെന്ന് കണ്ടെത്താൻ തുടങ്ങി. അങ്ങനെ അതിനുവേണ്ടി വാദിക്കാൻ തുടങ്ങി. സുസ്ഥിര വികസനത്തിന് ഊന്നൽ നൽകുന്നത് ഒരു സമ്പദ് വ്യവസ്ഥ വർദ്ധിപ്പിക്കുമ്പോൾ പരിഗണിക്കേണ്ട പാരിസ്ഥിതിക ഉത്തരവാദിത്തമുള്ള രീതികളിലാണ്. അതായത് ഇത്തരത്തിലുള്ള ഈ സുസ്ഥിര വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പാരിസ്ഥിതിക വികസനത്തിന് പ്രാധാന്യം നൽകുക, ചുറ്റുപാടിന് പ്രാധാന്യം നൽകുക, പ്രകൃതി വിഭവങ്ങൾക്ക് മുൻഗണന നൽകുക, ശ്രദ്ധാപൂർവം അവ ഉപയോഗിക്കുക, ഇന്നത്തെ തലമുറകളുടെ ആവശ്യങ്ങൾ പരമാവധി സാധിക്കുക, അതുപോലെ തന്നെ അടുത്ത തലമുറയിലേക്ക് ആ വിഭവങ്ങളെ സൂക്ഷിച്ച് കൈമാറുക, അതുപോലെ ഇത്തരത്തില് ആവശ്യങ്ങൾ നിറവേറ്റുകയും അടുത്ത തലമുറയ്ക്ക് ദോഷകരമായി ബാധിക്കാതിരിക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു ഉപഭോഗമാണ് പ്രകൃതി വിഭവങ്ങളുടെ കാര്യങ്ങളിൽ വേണ്ടത്. അത്തരത്തിലുള്ള ഒരു സുസ്ഥിര വികസനമാണ് നമ്മൾക്ക് വേണ്ടത് എന്നും കാഴ്ചപ്പാട് ഉയർന്നു വന്നു. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഇക്കണോമിക് ഗ്രോത്ത് എന്നുള്ള ഒരു ആശയത്തെ കുറിച്ചാണ്. അപ്പൊ ആദ്യകാലങ്ങളിൽ ഇക്കണോമിക് ഗ്രോത്ത് എന്നത് മാത്രമായിരുന്നു മിക്ക രാഷ്ട്രങ്ങളുടെയും വികസനം എന്ന വാക്കുകൊണ്ട് അവർ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു ഇക്കണോമിക് ഗ്രോത്ത് മാത്രം ലക്ഷ്യം വെച്ചാൽ അത് നമുക്ക് തന്നെ ഭീഷണിയായി വരുന്നുണ്ട് എന്ന് കണ്ടതോടു കൂടിയാണ് അതൊന്ന് മാറി ചിന്തിച്ചിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതുപോലെ ഹ്യൂമൻ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ് എന്നീ ആശയങ്ങളിലേക്ക് തിരിഞ്ഞു വന്നത്. ഇനി അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന ആശയമാണ്. സോഷ്യൽ ഡെവലപ്മെന്റിൽ എന്താ പറയുന്നത് നോക്കാം. ഡിസ്പൈറ്റ് റിമാർക്കബിൾ ബിഗിനിങ് ഇൻ ദ ഏർലി 1950s, the economic development method was unable to bring the goal of human well-being to reality. 1950s എന്താണ്, ഒരു ഹ്യൂമൻ വെൽബീയിങ് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിരുന്നോ? ഇല്ല അല്ലേ? അന്ന് നമുക്ക് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മുടെ അവസ്ഥ, നമ്മുടെ സാമ്പത്തിക അവസ്ഥ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് നല്ല രീതിയിലുള്ള ഹ്യൂമൻ വെൽബീയിങ് നമുക്ക് നേടാൻ കഴിഞ്ഞിരുന്നില്ല. സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ട് സാമൂഹിക പുരോഗതി ഉറപ്പുവരുത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇത് സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കി ദരിദ്രരെ എന്ത് ചെയ്തു? കൂടുതൽ ദരിദ്രരാക്കാനാണ് വഴിതെളിച്ചത്. As a result, the disparity between the rich and the poor widened as a result. അതായത് ഈ ഒരു സമ്പത്തിന്റെ അവസ്ഥയിൽ എന്ത് ചെയ്തു? ദരിദ്രരെ കൂടുതൽ ഇത് ദരിദ്രരാക്കുകയും ചെയ്തു. അതായത് പണക്കാരെ കൂടുതൽ പണക്കാരാക്കാനും മാത്രമേ ഇത് സാധിച്ചിട്ടുള്ളായിരുന്നു. പിന്നെ എന്താണ് പറയുന്നത്? UN രേഖ അനുസരിച്ച് സാമൂഹ്യ നീതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ദാരിദ്ര്യം കുറക്കുന്നതിനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും അധസ്ഥിതർക്ക് പാർപ്പിടം, ആരോഗ്യം, സംരക്ഷണം പോലുള്ള സംഭവങ്ങൾ, അതുപോലെ വിദ്യാഭ്യാസം, ബഹുക്ഷേമ സേവനങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനും വരുമാനത്തിന്റെയും സമ്പത്തിന്റെയും ഒരു ഉയർച്ച, അതുപോലെ തുല്യമായിട്ടുള്ള ഒരു വിതരണം എന്നിവയൊക്കെയാണ് ഈ സാമൂഹ്യ വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു സാമൂഹിക ജീവിതത്തിൽ ഒന്നിനും എന്ത് ചെയ്യരുത്? ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആയാലും അതുപോലെ സമ്പത്തിന്റെ കാര്യത്തിൽ തുല്യമായിട്ട് വിതരണം ചെയ്യുക, അവസരങ്ങൾ തുല്യമായിട്ട് ലഭിക്കുക, പിന്നെ ദാരിദ്ര്യം കുറക്കുക, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും അതുപോലെ തൊഴിലവസരങ്ങൾ ഒരുപാട് സൃഷ്ടിക്കുക എന്ന എല്ലാ മേഖലകളിലും ഉൾപ്പെട്ടതാണ് ഈ ഒരു സാമൂഹിക വികസനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എൻകറേജിങ് പ്രോഗ്രസ് ഇൻ സൊസൈറ്റി ആൻഡ് ഇംപ്രൂവിംഗ് ലിവിംഗ് കണ്ടീഷൻസ് ഫോർ ഓൾ പീപ്പിൾ. എന്താ പറയുന്നത്? ഒരു സമൂഹത്തിന്റെ നിലവാരം, അതുപോലെ ലിവിംഗ് കണ്ടീഷൻസ്, ജനങ്ങളുടെ ലിവിംഗ് കണ്ടീഷൻസ് എൻകറേജ് ചെയ്യുക, ഉയർത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഈ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് മീറ്റിംഗ് പീപ്പിൾസ് ബേസിക് നീഡ്സ് ത്രൂ ഇക്കണോമിക് ഗ്രോത്ത്. സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിലൂടെ ആളുകളുടെ എന്ത് ചെയ്യണം? ബേസിക് നീഡ്സ്, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ഈ ഒരു സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഫീച്ചർ എന്ന് പറയാം. നെക്സ്റ്റ് വൺ, ക്രിയേറ്റിംഗ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് പോളിസീസ് ദാറ്റ് സപ്പോർട്ട് വൺ അനദർ ടു മാക്സിമൈസ്
ഡെവലപ്മെന്റ്. അപ്പൊ ഈ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പോളിസീസ് സൃഷ്ടിക്കുക, ഇക്കണോമിക് പോളിസീസ് അതുപോലെ സോഷ്യൽ പോളിസീസ് ഒക്കെ ഈ ഒരു ഡെവലപ്മെന്റിന് വേണ്ടി ഒരുപാട് സോഷ്യൽ പോളിസീസ് ഒക്കെ ഉണ്ട് ഇല്ലേ, അതുപോലെ ഇക്കണോമിക് പോളിസീസ് ഉണ്ട്. അതൊക്കെ നേതൃത്വം കൊടുക്കുക, അങ്ങനെയുള്ള പോളിസീസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത ഫീച്ചർ. നെക്സ്റ്റ് വൺ, അച്ചീവിങ് ദ ഹയസ്റ്റ് പോസിബിൾ ലെവൽ ഓഫ് സസ്റ്റൈനബിൾ ഹ്യൂമൻ ഡെവലപ്മെന്റ്. അതായത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഉയർന്ന ഒരു ലെവൽ തന്നെ നമുക്ക് നേടിയെടുക്കുക. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നറിയാം. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്കുള്ള മാറ്റം കൊണ്ടുവരിക. എൻഷുറിങ് എവരിവൺ ഹാസ് ആക്സസ് ടു ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഹൈ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻ ഓർഡർ ടു അച്ചീവ് ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി ഫോർ എവരിവൺ. അപ്പൊ എല്ലാ മേഖലയിലും ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി, നീതിയും സമത്വവും ഒക്കെ കൊണ്ടുവരിക. അതുപോലെ തന്നെ അവസരങ്ങൾ, നല്ല രീതിയിലുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെ ഈ ഒരു സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഒരു ഫീച്ചറാണ്. പിന്നെ ഗിവിംഗ് പീപ്പിൾ ദ ഫ്രീഡം ടു ഡിസൈഡ് വാട്ട്സ് ബെസ്റ്റ് ഫോർ ദംസെൽസ്. വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം നൽകുക, അവർക്ക് ബെസ്റ്റ് എന്താണോ അത് തീരുമാനിക്കാനും അങ്ങനെ ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം എന്ത് ചെയ്യുക, അവർക്ക് നൽകുക. ഗിവിംഗ് ഓട്ടോണമി ടു ഓൾ. അപ്പോൾ ഈ ഇതാണ് സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തതാണ് നമുക്ക് പറയാനുള്ളത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കാം. പരിസ്ഥിതിയും മനുഷ്യരാശിയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ വികസിപ്പിക്കുകയാണ് ഇത് ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഒരു സമരസത്തിലൂടെയാണ് കഴിയുന്നത് അല്ലെ. പ്രകൃതി ഇല്ലാതെ മനുഷ്യനില്ല, മനുഷ്യനില്ലാതെ പ്രകൃതിയില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നിട്ട് ഈ ഒരു പ്രകൃതിക്ക് പരമാവധി എന്ത് ചെയ്യാം, കോട്ടം സംഭവിക്കാത്ത രീതിയിൽ മനുഷ്യന്റെ കൈകടത്തലുകൾ നടത്തുകയും അതുപോലെ ഭാവി തലമുറക്ക് കൂടി ഈ ഒരു പ്രകൃതിയെ കാത്തു സൂക്ഷിക്കുന്ന രീതിയിലുള്ള മനോഭാവം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുകയാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിസ്ഥിതി മനുഷ്യരാശിയുടെ അനിവാര്യ ഘടകമാണെന്ന് ഈ സമീപനം വാദിക്കുന്നുണ്ട്. ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മീൻസ് ബാലൻസിംഗ് ദ കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് എക്കോസിസ്റ്റം വിച്ച് ആർ എസെൻഷ്യൽ ടു ബോത്ത് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻസ് വിത്ത് എ ഹ്യൂമൻ നീഡ് ഫോർ ബെറ്റർ ലൈഫ് സ്റ്റൈൽസ് ആൻഡ് എ സെൻസ് ഓഫ് വെൽബീയിങ്. അപ്പൊ ഇന്നത്തെ ആവശ്യങ്ങൾ നിറവേറ്റുകയും വേണം, അത് നല്ല രീതിയിൽ വിനിയോഗിക്കുകയും പിന്നെ അതിനൊക്കെ ഒരു ലിമിറ്റ് വെച്ചുകൊണ്ട് തന്നെ അടുത്ത തലമുറയ്ക്ക് അത് സൂക്ഷിച്ചു വെക്കുകയും അവർക്ക് കൂടി ഉപയോഗപ്പെടുന്ന രീതിയിൽ നമ്മുടെ പ്രകൃതിയെ കാത്തു സൂക്ഷിക്കുക. The Brundtland report of sustainable development is the needs of the present without compromising the ability of future generations to meet their needs. Brundtland Commission report സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് എന്ത് നിർവചനമാണ് നൽകിയിരിക്കുന്നത്? The needs of the present without compromising the ability of future generations to meet their needs. വരും തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന രീതിയിൽ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുക. അതിലൂടെ വേണം നമ്മുടെ ഒരു ജീവിതം മുന്നോട്ട് പോവേണ്ടത് എന്നാണ് അവർ പറയുന്നത്. 1972 1992 ഇടയിൽ നടന്ന നിരവധി അന്താരാഷ്ട്ര സമ്മേളനങ്ങളും സംരംഭങ്ങളും സുസ്ഥിര വികസനത്തിനുള്ള സൈദ്ധാന്തിക ചട്ടക്കൂടിന്റെ പരിണാമത്തിന് കാരണമായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സുസ്ഥിര വികസനം എന്നുള്ള ഈ ആശയം നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രസ്ഥാനങ്ങളും അതുപോലെ സംരംഭങ്ങളും നിലവിൽ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 1972 1992 ഇടക്കാണ് ഇവയൊക്കെ നിലവിൽ വന്നിട്ടുള്ളത്. ആഗോള തലത്തിൽ സുസ്ഥിരതയെ അഭിസംബോധന ചെയ്യുന്ന ആദ്യത്തെ സുപ്രധാന അന്താരാഷ്ട്ര സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? 1972 സ്റ്റോക്ക്ഹോമിൽ വെച്ചായിരുന്നു അല്ലെ. ആ ഒരു മനുഷ്യ പരിസ്ഥിതിയെ കുറിച്ചുള്ള ആദ്യത്തെ സമ്മേളനം നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിൽ എന്തൊക്കെ നിലവിൽ വന്ന സംഘടനകൾ ഏതൊക്കെയാണ്? WWF വന്നിട്ടുണ്ട്, UNEP. WWF എന്താണ്? വേൾഡ് വൈഡ് ഫണ്ട്. UNEP യൂണിയൻ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ എന്നിവയൊക്കെ വികസിപ്പിക്കുന്നുണ്ടായി കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള സംഘടനകൾ, അതായത് സുസ്ഥിര പാരിസ്ഥിതിക വികസനത്തിന് വേണ്ടിയിട്ട് വന്ന സംഘടനകളാണ് ഇതൊക്കെ. WWF, UNEP, അതുപോലെ IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, ഇത്തരത്തിലുള്ളതൊക്കെ ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ WCED വേൾഡ് കമ്മീഷൻ എൻവിറോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് 1983 UN വിളിച്ചേർത്തിട്ടുണ്ടായിരുന്നു. നോർവേയുടെ പ്രധാനമന്ത്രി ഗ്രോ ഹാർലെ ബ്രണ്ട്ലൻഡ് അധ്യക്ഷനായിരുന്നു. അപ്പോൾ WCED വേൾഡ് കമ്മീഷൻ എൻവിറോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ആ ഒരു മീറ്റിംഗ് 1983 വിളിച്ചു ചേർത്തത്.
മനുഷ്യ പരിസ്ഥിതിയുടെയും പ്രകൃതി വിഭവങ്ങളുടെയും ത്വരിതഗതിയിലുള്ള തകർച്ചയെയും സാമ്പത്തികവും സാമൂഹികവുമായ വികസനത്തിനായുള്ള തകർച്ചയുടെ അനന്തരഫലങ്ങൾ സംബന്ധിച്ച് വർദ്ധിച്ചു വരുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിനാണ് ഈ ഒരു കമ്മീഷൻ സ്ഥാപിതമായത്. ഇപ്പൊ WCED, അതായത് വരുന്ന തലമുറയുടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് മുന്നിൽ കണ്ടുകൊണ്ടിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് WCED എന്നുള്ള ആ ഒരു കമ്മീഷനിൽ അന്ന് ചർച്ച ചെയ്തത്. വ്യാവസായിക ഉൽപാദനവും ഉപഭോഗവും ഗ്രഹത്തിന്റെ സംവിധാനങ്ങൾക്ക് ഉയർത്തുന്ന അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനൊപ്പം ക്ഷേമം മെച്ചപ്പെടുത്തുകയും ആഗോള അസമത്വവും ദാരിദ്ര്യവും കുറയ്ക്കുകയും ചെയ്യുന്നത് സുസ്ഥിര വികസനത്തിന്റെ ലക്ഷ്യമാണ്. അപ്പൊ ഈ ഒരു ഭൂമി എന്നുള്ള ഈ ഒരു ഗ്രഹത്തിന് സംഭവിക്കുന്ന അപകട സാധ്യതകൾ മുൻനിർത്തിയിട്ട് അതിനെയെല്ലാം മാറ്റം വരുത്തിയിട്ട് ഒരു ക്ഷേമ ജീവിതം ത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് സുസ്ഥിര വികസനത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. അത്തരത്തില് സുസ്ഥിര വികസനത്തിന്റെ ലക്ഷ്യങ്ങളെ നമുക്ക് പ്രധാനമായിട്ട് 3 തിരിക്കാം. അതിൽ ഫസ്റ്റ് വൺ, വികസനത്തിന്റെ ചെലവുകൾ നേട്ടങ്ങളെക്കാൾ കൂടുതലാകരുത്. അപ്പൊ ഈ ഒരു സുസ്ഥിര വികസനത്തിന് ഒരുപാട് എന്ത് വേണം? ലക്ഷ്യങ്ങൾ വേണം. ഈ ലക്ഷ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ അതിനെന്ത് വേണം? പ്രവർത്തനങ്ങൾ വേണം. ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾ എന്താവരുത്? ഇതിന്റെ നേട്ടങ്ങളെക്കാൾ കൂടുതലാവരുത്. ആ പ്രവർത്തനങ്ങൾക്ക് വരുന്ന ചെലവുകൾ കൊണ്ട് കിട്ടുന്ന നേട്ടത്തിനേക്കാൾ കൂടുതലാകരുത് എന്നാണ് പറയുന്നത്. രണ്ടാമത്തത്, ആളുകളുടെ ഭൗതികവും സാംസ്കാരികവും ആത്മീയവുമായ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തണം. ഇപ്പോൾ ഈ ഒരു സുസ്ഥിര വികസനത്തിന്റെ ലക്ഷ്യങ്ങളിൽ രണ്ടാമതായിട്ട് പറയുന്നത് എന്താണ്? ആളുകളുടെ ഭൗതികവും സാംസ്കാരികവും ആത്മീയവുമായ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം? തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ലക്ഷ്യങ്ങളായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ മൂന്നാമതായിട്ടുള്ള ലക്ഷ്യം എന്താണ്? പരിസ്ഥിതിയുമായി സുസ്ഥിരമായിരിക്കണം എന്നാണ് പറയുന്നത്. പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ പരിസ്ഥിതിയെ മുന്നിൽ കണ്ടിട്ട് അതിന് പ്രാധാന്യം നൽകിയിട്ടുള്ള വികസനമാണ് വേണ്ടത് എന്നാണ് മൂന്നാമത്തെ ലക്ഷ്യം. അതുപോലെ ഈ വികസനം, സുസ്ഥിര വികസനം നടപ്പിലാവണമെങ്കിൽ 3 ഘടകങ്ങൾ ആവശ്യമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു സുസ്ഥിര വികസനം എന്നുള്ള ഈ ഒരു ആശയം അല്ലെങ്കിൽ ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിന് 3 ഘടകങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് സാമ്പത്തിക കാര്യക്ഷമത. അപ്പൊ സാമ്പത്തികമായിട്ടുള്ള കാര്യക്ഷമത അവിടെ ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ പരിസ്ഥിതി സംരക്ഷണം, പരിസ്ഥിതിയെ വേണ്ട രീതിയിൽ സംരക്ഷിക്കുന്ന നടപടികൾ ആവശ്യമാണ്. പിന്നെ നീതി എന്ന് പറയുന്നത് തുല്യമായിട്ടുള്ള അവസരം ലഭിക്കുക, അസമത്വം ഇല്ലാതാക്കുക. ഓരോ തലമുറയ്ക്കും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള തുല്യമായ അവസരം ഉണ്ടായിരിക്കണം. ഇതാണ് ഇന്റർ ജനറേഷൻ ഇക്വിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ തലമുറയ്ക്കും എന്താണ്? തുല്യമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് ഇന്റർ ജനറേഷൻ ഇക്വിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ആശയത്തെയാണ്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഹ്യൂമൻ ഡെവലപ്മെന്റ്. എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ഒരു വാക്കിൽ തന്നെ ഉണ്ടല്ലേ, മനുഷ്യനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളുമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്. The Pakistani economist മെഹബൂബ് അൽ ഹക്ക് introduced the concept of human development. നമുക്കറിയാം പാകിസ്ഥാനി പ്രസിഡന്റ് ആയിട്ടുള്ള മെഹബൂബ് അൽ ഹക്കാണ് എന്ത് വന്നത്? ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് കൊണ്ടുവന്നിട്ടുള്ളത്. സാമ്പത്തിക പ്രവർത്തനത്തിന്റെ പരക്കെ ഉപയോഗിക്കുന്ന സൂചകമായ GDP മൊത്തത്തിലുള്ള ക്ഷേമത്തിന്റെ അപര്യാപ്തമായ അളവുകോലാണെന്ന് അദ്ദേഹം കരുതി. അപ്പം നമ്മൾ ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം കണക്കാക്കുന്നത് GDP, GNP എന്ന് പറയുന്ന അളവുകോലുകൾ ഉപയോഗിച്ചിട്ടാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തില് ഈ GDP ഉപയോഗിച്ചിട്ട് ഈ ഒരു സാമ്പത്തിക അവസ്ഥയെ കണക്കാക്കാൻ കഴിയില്ല എന്നുള്ള വാദവുമായിട്ടാണ് ഇദ്ദേഹം മുന്നോട്ട് വന്നത്. നിലവിലെ വികസന മാതൃകയുടെ ദൗർബല്യം അത് സാമൂഹിക ശ്രേണിയുടെ താഴെ തട്ടിലേക്ക് വ്യാപിക്കാത്തതാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അപ്പൊ ഒരു വികസന മാതൃക നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ അതൊരു ഹൈറാർക്കിക്കൽ മോഡൽ ഓഫ് ആയിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് താഴെ തട്ടിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വികസന മാതൃക കൊണ്ടുവരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. There are 6 fundamental standards for human development. അവിടെ 6 കാര്യങ്ങളാണ്, 6 ഫണ്ടമെന്റൽ സ്റ്റാൻഡേർഡ്സ് ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തേതാണ് സെക്യൂരിറ്റി, സുരക്ഷിതത്വ ആവശ്യമാണ് അല്ലെ. ഒരു മനുഷ്യ ജീവിതത്തിന് സെക്യൂരിറ്റി, അത് എല്ലാ രീതിയിലുമായിട്ടുള്ള
ഒരു സുരക്ഷിതത്വം ആവശ്യമുണ്ട്. അതുപോലെ എംപവർമെന്റ്, ശാക്തീകരണം, ഇക്വിറ്റി, ഒരു തുല്യത അവിടെ ആവശ്യമാണ്. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും തുല്യമായിട്ടുള്ള അവസരങ്ങൾ, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ്, ഇൻകം, എല്ലാത്തിനും ഒരു ഇക്വിറ്റി ആവശ്യമുണ്ട്. സസ്റ്റൈനബിലിറ്റി, സുസ്ഥിരത ആവശ്യമുണ്ട്. പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത, അതുപോലെ കോപ്പറേഷൻ, സഹകരണം, ഇതൊക്കെ എന്തുണ്ട്, ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അതായത് കോപ്പറേഷൻ, സഹകരണം വേണ്ടത്. മനുഷ്യൻ എന്താണ്, ഒരു സാമൂഹ്യ ജീവിയാണ്. അപ്പൊ ഈ സമൂഹത്തില് ജീവിക്കാനും സമൂഹത്തിന്റെ ഒരു ഡെവലപ്മെന്റിന് എന്ത് വേണം, കോപ്പറേഷൻ വേണം. പരസ്പര സഹകരണത്തോടു കൂടി മുന്നോട്ട് പോയാലേ അവിടെ ഡെവലപ്മെന്റ് ഉണ്ടാവുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെയാണ് പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമമായിട്ടുള്ള അവസ്ഥയിലൂടെ ആയിരിക്കണം മുന്നോട്ട് പോവേണ്ടത്. പിന്നെ അതുപോലെ സസ്റ്റൈനബിലിറ്റി, സുസ്ഥിരമായിട്ടുള്ള, നമ്മൾ ഈ പോയിന്റ്സിനെ കുറിച്ചൊക്കെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ ഈ ഒരു യൂണിറ്റില് നമ്മൾ ചർച്ച ചെയ്തത് ഡെവലപ്മെന്റിന്റെ വ്യത്യസ്ത ആശയങ്ങളെ കുറിച്ചാണ്. അതായത് ആദ്യകാലങ്ങളിൽ ഒരു ഇക്കണോമിക് ഗ്രോത്ത് എന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് മാത്രം ഒതുങ്ങി നിന്നിരുന്ന നമ്മുടെ ഡെവലപ്മെന്റ് എന്നുള്ള ആശയം വികസിച്ചിട്ട് അത് ഹ്യൂമൻ ഡെവലപ്മെന്റ്, അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ് എന്നീ മേഖലകളിലേക്ക് അത് വികസിച്ചതും അതെല്ലാം കൂടിയതാണ് ഡെവലപ്മെന്റ് എന്ന് വാദിക്കുന്നതുമായിട്ടുള്ള ഒരു ആശയത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന പാതയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ചർച്ച ചെയ്തത്. അപ്പൊ ഈ ഒരു പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.